ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർറഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. Our Father in heaven, holy be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive our sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om yonda pravishya mama vajamimam prasuptam sanjeevayatya shakti dharaswadhamnam anyam sahastaccharanashravanatvagadin പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ചരിത്രത്തിൻ്റെ ചില പ്രത്യേക നിമിഷങ്ങളിലാണ് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത്. ഇത് നമുക്ക് ഭാഗ്യമാണ്, ചിലതെല്ലാം ഉത്തരവാദിത്തമാണ്. ഇന്നലെ കോഴിക്കോട് നടന്ന റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട സുന്നി മഹൽ ഫെഡറേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കുകയുണ്ടായി. ഹിജ്റ മാസം, മുഹറം മാസം ആരംഭിച്ചു, ഹിജ്റ വർഷം ആരംഭിച്ചു. ഹിജ്റയും സഫറും റബീഉൽ അവ്വലുമൊക്കെ 3 മാസത്തെ ഒരു ക്യാമ്പയിൻ എന്ന നിലയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ബർത്ത്ഡേ അല്ലെങ്കിൽ തിരുപ്പിറവയുടെ 1.5 നൂറ്റാണ്ടല്ല, എന്താ പറയുക, സഹസ്രാബ്ദമൊക്കെ അല്ലേ, 1500 years ആകാൻ പോവുകയാണ്. അപ്പം അതുമായി ഉണ്ടായിരുന്ന ഒരു ഉദ്ഘാടനത്തിലായിരുന്നു ഇന്നലെ സംബന്ധിച്ചത്. അവിടെയും ഞാൻ പറയുകയുണ്ടായി, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഇത് നമ്മുടെ ഭാഗ്യമാണ്. കാരണം എല്ലാ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാരെ, പ്രത്യേകിച്ച് അതിൻ്റെ ഋഷിമാരെ, അതിൻ്റെ നേതാക്കന്മാരെ, അത് തുടങ്ങി വെച്ച സാമ്പ്രദായിക ഗുരുക്കന്മാർ, അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ. അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ ഉച്ചരിക്കുന്നതും സ്മരിക്കുന്നതും അവരുടെ ഈ നേതാക്കന്മാരെയായിരിക്കും, ഈ ഗുരുക്കന്മാരെയായിരിക്കും. ദൈവത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ സ്മരിക്കുന്നത് അടുത്തത് യേശുവിനെയാണ്. യേശു ഇല്ലാതെ ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുന്നില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സ്മരണയാണ്. അദ്ദേഹത്തിൻ്റെ നിയോഗത്തെക്കുറിച്ചുള്ള സാക്ഷ്യം വഹിക്കലാണ് നമ്മളൊക്കെ കേൾക്കുക. ഇങ്ങനെ തന്നെയാണ് എല്ലാ മതങ്ങളിലും. ഈശ്വരൻ എന്ന അമൂർത്ത ഭാവത്തെ ഭൂമിയിലേക്ക് മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജീവിച്ച് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് പ്രബോധനം നടത്തിയവരെ സ്മരിക്കുക എന്നത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സംഗതി തന്നെയാണ്. ഇസ്ലാമിന് 1500 വർഷം ആ അർത്ഥത്തിൽ അവരുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതീർണമായിട്ട് 1500 വർഷം പിന്നിടുമ്പോൾ നമ്മൾ പലതും ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു നമ്മുടെ പ്രബോധന രീതികൾ? എന്തായിരുന്നു കഴിഞ്ഞ കാലത്ത് നമ്മൾ കൊടുത്തതിൻ്റെ ഇമ്പാക്റ്റ്, ഔട്ട്കം? ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിന് ഔട്ട്പുട്ട് ഉണ്ടാവും, അതിനൊരു ഔട്ട്കം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അതിനൊരു ഇമ്പാക്റ്റും ഉണ്ടാവും. ഇതിങ്ങനെ ഇമ്പാക്റ്റുകളൊക്കെ കണ്ടു തുടങ്ങേണ്ടുന്ന കാലഘട്ടമാണ്. ഇന്ന് AI യുഗമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾ പോലും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പല കാര്യങ്ങൾക്കുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശ്വസനീയമായ വിധം AI നമ്മളോട് പറഞ്ഞു തരുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ വാട്ട് ഈസ് ഗോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റയും അല്ലെങ്കിൽ വാട്സപ്പൊന്നും അല്ലെങ്കിൽ വാട്സപ്പിലെ AI ഒന്നും ഐ ഡോണ്ട് നോ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഒഴിഞ്ഞു മാറും.
പക്ഷേ AI ചോദിക്കേണ്ടുന്ന ചില രീതികളുണ്ട്. ആ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും ദൈവനിഷേധവും മതനിഷേധവും മൂല്യനിഷേധത്തിലും ഊന്നിയ മറുപടികളാണ് നമുക്ക് പുതിയ തലമുറകൾക്ക് കിട്ടുക. ചോദിക്കേണ്ട പോലെ ചോദിക്കണം, സംശയമുള്ള പോലെ ചോദിക്കണം. ഇപ്പോൾ AI എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുത്ത് ഉപയോഗിക്കാനും പറ്റുന്നില്ലല്ലോ. ചോദിക്കണ പോലെ ഇൻപുട്ട് കൊടുത്താൽ ഇന്ന് വേണ്ട രീതിയിൽ ഉത്തരം കിട്ടും. ടെസ്റ്റ് ചെയ്ത് ചോദിക്കാൻ അറിയണം, അതിനെക്കൊണ്ട് പണിയെടുപ്പിക്കണം. അപ്പോൾ അത്തരം രീതികൾ ഇന്നത്തെ കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാനാണ് പഠിക്കേണ്ടത്, ഉത്തരം അല്ല. പണ്ടൊക്കെ നിങ്ങളടക്കമുള്ള തലമുറ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതിയിട്ടാണ് പണ്ഡിതന്മാരായിട്ടുള്ളത്, അല്ലേ? സ്കൂളിൽ ചോദിക്കുകയാണ് a+b² എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എഴുതിയിട്ടാണ് അവന് കണക്കിന് മാർക്ക് കിട്ടുന്നത്. E=mc² എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഡെറിവേഷനും ഇക്വേഷനും എസ്സേ എഴുതിയിട്ടാണ് മാർക്ക് കിട്ടുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാനാണ് അറിയേണ്ടത്. ചോദ്യം ചോദിച്ച് അവർക്ക് വേണ്ടുന്ന ഉത്തരങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാനാണ്. അവരാണ് ഇനി ചോദ്യം കേൾക്കുന്നവരാണ് ഇനി ഉത്തരം കൊടുക്കേണ്ടത്. ആ രീതിയിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ മാറുന്നു, നമ്മുടെ മൂല്യബോധങ്ങൾ മാറുന്നു, നമ്മുടെ ടൂൾ കിറ്റുകൾ മാറുന്നു. അതോടുകൂടി ഇപ്പം തന്നെ അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ക്യാമ്പസിൽ കണ്ടു തുടങ്ങി. പണ്ട് മതങ്ങളിൽ ഉണ്ടായിരുന്ന പോലുള്ള മതവിദ്യാഭ്യാസമല്ല ഇന്ന് നമുക്ക് കാണുന്നത്. പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ഉസ്താദിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറേ കുട്ടികൾ, ആ ഉസ്താദ് അവിടുത്തെ പള്ളിയിലെ എല്ലാം ആയിരിക്കും. നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കണം, വാങ്ങ് കൊടുക്കൽ മുതൽ ചിലപ്പോൾ ഔദ് കഴുകുന്നത് വരെ അദ്ദേഹമായിരിക്കും, കക്കൂസും കുളിമുറിയും വരെ കഴുകുന്നത് അദ്ദേഹമായിരിക്കും. അതിൻ്റെ എല്ലാം ഭാഗമായി നിന്ന് നാട്ടിലെ വീട്ടിലൂടെ ചെലവുകൾ കഴിഞ്ഞ് ഈ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്ന കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്ന് താലീമുകൾ ഉണ്ടായി വന്നിട്ടുള്ളത്. അതൊരാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന സംവിധാനങ്ങളായിരുന്നു ഒരുപാട്. ഏത് ഉസ്താദിൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത്, ഏത് കിതാബാണ് പഠിച്ചിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നൊരു സംവിധാനം പണ്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി സമ്പ്രദായത്തിലേക്ക് മാറി. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്കൂളിൽ പോകുന്നതിന് തുല്യമായ ഒരു സാഹചര്യമാണ് നിങ്ങളുടെയൊക്കെ ക്ലാസ്സുകൾക്കും നിങ്ങളുടെയൊക്കെ ജീവിതശൈലികൾക്കുമുള്ളത്. ചൊറി കുത്തി പഠിക്കുക എന്നാണ് പണ്ടൊക്കെ പറയുക. ഇങ്ങനെ ഒന്നിച്ച് താമസിക്കുമ്പോൾ ആ ഇഹ്വാനിയത്ത് ഇങ്ങനെ വളരുന്ന സമയത്ത് പകരപ്പെടുന്ന ഈമാനോടൊപ്പം പകരപ്പെടുന്ന ചില രോഗങ്ങളുണ്ട്. ഇങ്ങനെ ചൊറിയൊക്കെ പിടിക്കും, സ്കാബിസ് പിടിക്കുന്ന. കാരണം ഒന്നിച്ചാണ് താമസിക്കുന്നത്, ഒന്നിച്ചാണ് കിടക്കുന്നത്. ഒരാളുടെ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ധരിച്ചു പോകും. അങ്ങനെ ഒന്നിച്ച് പായയിലും പുതപ്പിലുമൊക്കെ കിടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഈ സ്കാബിസ്, അതിനാണ് ഈ ചൊറി കുത്തിപ്പടിക്കുക എന്ന് പറയുന്നൊരു പ്രയോഗം തന്നെ മുസ്ലിം ലോകത്തുണ്ടായിരുന്നു. ഇതിന് തുല്യം തന്നെയായിരുന്നു ഇപ്പോൾ അച്ഛനെപ്പോലുള്ളവരൊക്കെ സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞവരാണ്. എന്നാൽ പണ്ട് കാലത്ത് മൽപ്പാൻ സമ്പ്രദായമായിരുന്നു. ഒരു അച്ഛൻ്റെ കീഴിൽ വൈദിക വൃത്തിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ സഹായിയായി കൂടി, നിങ്ങളെങ്ങനെയാണോ ഒരു ഉസ്താദിൻ്റെ കൂടെ നിന്ന് കുറച്ച് പേര് പഠിക്കുന്നത്, അതേപോലെ ഏതെങ്കിലും ഒരച്ഛൻ്റെ കൂടെ, അത് പഠിപ്പിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളൊരച്ഛൻ്റെ കൂടെ നിന്ന് പഠിച്ച് അദ്ദേഹത്തിന് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ, കുർബാനയൊക്കെ ചൊല്ലാൻ കഴിയുമെന്നും സുറിയാനിയൊക്കെ നോക്കി വായിക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ ബിഷപ്പിൻ്റെ അടുത്തേക്ക് വിട്ട് ബിഷപ്പിൻ്റേതായ ചില പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പട്ടം കൊടുത്ത് അങ്ങനെ പോകുന്ന സമ്പ്രദായമായിരുന്നു മൽപ്പാൻ സമ്പ്രദായം. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഗുരുകുല വിദ്യാഭ്യാസം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഗുരുകുല സമ്പ്രദായങ്ങളൊന്നുമില്ല, മതവിദ്യാഭ്യാസങ്ങളില്ല, ദർസും ഇല്ല, മദ്രസും ഇല്ല, ഒന്നുമില്ല. തികച്ചും ഡിസ്ഫങ്ഷണലായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലൊക്കെ ചില വൈദിക ഗുരുകുലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്നല്ലാതെ ഞാൻ പോലും ഒന്നും കണ്ടിട്ടില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് അവരുടെ സംവിധാനങ്ങൾ പോകുന്നത്. ഞാനിതൊക്കെ അനുസ്മരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഫങ്ഷനിങ് ആണ് കൂട്ടുന്നത് എന്ന് തോന്നുന്നു. നമ്മുടെ സെമിനാരികൾ ഫങ്ഷനിങ് ആണ്. നിങ്ങളെപ്പോലുള്ള ക്യാമ്പസുകൾ, ദാറുൽ ഹുദ ക്യാമ്പസ്, വാഫി ക്യാമ്പസ്, സക്കാഫി ക്യാമ്പസ്,
ബക്കാഫി ക്യാമ്പസ് ഒക്കെ ഒക്കെ നന്നായി പോകുന്നുണ്ട്, ഫങ്ഷനിങ്ങാണ്. അതിൻ്റെതായ ഒരുപാട് പണ്ടൊന്നും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഓർക്കാൻ പോലും കഴിയില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ഹിഫ്ള് കോളേജ് കഴിഞ്ഞ ദിവസം ഒറോമ്പുറത്ത് ഞാനൊന്ന് പോയി, അതിൻ്റെ അവരുടെ എത്രയോമത്തെയോ വാർഷികവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടേക്ക് ഒന്ന് പോയി. അന്നത്തെ കാലത്തെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് വളരെ അത്ഭുതം തോന്നാറുണ്ട്. ഇന്നത്തെ പോലത്തെ ഒരു സംവിധാനവും. ഇന്നിപ്പോൾ ഒരു ഉപ്പ് കുറഞ്ഞാൽ, ബിരിയാണിയിലൊന്ന് കുറച്ചൊന്ന് നെയ്യ് കൂടിയാൽ, നെല്ല് കുറഞ്ഞാൽ, ചിക്കൻ്റെ കഷ്ണം കിട്ടിയില്ലെങ്കിൽ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഇടയിലൊക്കെ ചർച്ചകൾ ഉണ്ടാവുക. എനിക്കറിയില്ല കേട്ടോ, നിങ്ങളെന്താ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അതൊക്കെ പുറത്തുനിന്ന് വരുന്ന കുട്ടികൾ തന്നെയാണല്ലോ. സാധ്യതകൾ ഇതൊക്കെയാണ്. മറ്റേത് ഏതൊക്കെയോ ഉസ്താദിൻ്റെ കൂടെ ഏതൊക്കെയോ വീട്ടിൽ പോയി ആ വീട്ടുകാർ തരുന്ന ചെലവ് കഴിഞ്ഞുകൊണ്ടാണ് ഒരു സംവിധാനമൊക്കെ പോയിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഫങ്ഷനാലിറ്റി കുറയുന്നു എന്നാണ് ഞാൻ ഈ വിലപിക്കുന്നത്. അത് സെമിനാരി സിസ്റ്റം വന്നാലും ശരി, ഗുരുകുല സിസ്റ്റം ഇല്ലാതെയായാലും ശരി, നിങ്ങളെപ്പോലുള്ള ക്യാമ്പസുകൾ മാത്രം വന്നാലും ശരി, എവിടെയോ ഇതിൻ്റെയൊക്കെ ഫങ്ഷനാലിറ്റി കുറയുന്നു. ഇനിയത്തെ കാലഘട്ടത്തിൽ, AI കാലഘട്ടത്തിൽ എല്ലാ മതങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഫങ്ഷനാലിറ്റി കൂട്ടാതെ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. എന്താ ഇപ്പോൾ ഫങ്ഷനാലിറ്റി? ഫങ്ഷനിങ്ങാണ്. കുടുംബജീവിതം ഫങ്ഷനിങ് ആയതുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ജനിച്ചിട്ടുള്ളത്. ഡിസ്ഫങ്ഷനിലായാൽ ഞാനും നിങ്ങളൊന്നും ജനിക്കൂല. ഉമ്മയും ഉപ്പയും എന്ന് പറയുന്ന സ്ഥാപനം, മാരേജ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണല്ലോ സോഷ്യോളജി പറയുന്നത്. ദാറ്റ് ഈസ് ഫങ്ഷനിങ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ കൗൺസിലിങ്ങിനൊന്നും ഇങ്ങനെ ഇരിക്കാറില്ല. എന്നിരുന്നാലും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ, ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളെടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ ഈ കഥയൊക്കെ കേട്ട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് 2 കുട്ടികളിപ്പോൾ എങ്ങനെ ഉണ്ടായത് ചോദിച്ചു. അതിന് പോലും സാധ്യതയില്ലാത്ത 50 വർഷങ്ങൾ 2 കുട്ടികൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ഉണ്ടായത് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം, അതിനിപ്പോൾ വലിയ സമയമൊന്നും വേണ്ടല്ലോ സ്വാമി, അതിനിപ്പോൾ നിമിഷങ്ങളുടെ കൈപ്പിഴകൾ മാത്രം മതിയല്ലോ. അവരൊരിക്കലും ഭാര്യയോ ഭർത്താവോ ആയിട്ട് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒന്നുകൊണ്ടും യോജിച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എത്ര ഡിസ്ഫങ്ഷണലായിട്ടുള്ള കുടുംബങ്ങളാണ്. നമ്മുടെ രാഷ്ട്രീയം ഡിസ്ഫങ്ഷണലായി പോകുന്നു, മതം ഡിസ്ഫങ്ഷണലായി പോകുന്നു. ഈ ഫങ്ഷനാലിറ്റി തിരിച്ചു കൊണ്ടുവരുന്നു. സമീപകാലത്തൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം, പല സഭകളിൽ നിന്നും, ക്രിസ്തീയ സഭകളിൽ നിന്ന് കേൾക്കുന്ന അസ്വാസ്ഥ്യങ്ങൾ, ഇവിടെ തന്നെ അച്ഛനൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ അടുത്ത കാലത്തുണ്ടാകുന്ന വിവാദങ്ങൾ, കുർബാന അങ്ങോട്ട് വേണോ കുർബാന ഇങ്ങോട്ട് വേണോ തുടങ്ങുന്ന വിവാദങ്ങൾ, ഇതൊക്കെ ഞാൻ പരാമർശിക്കുന്നതെന്ന് വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ എല്ലാ മതത്തിലും ഈ ഡിസ്ഫങ്ഷനാലിറ്റിയെ കൂട്ടാൻ വേണ്ടി ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മളിനി കൃത്യമായ ഒരു ടൂൾ കിറ്റ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 1500 കൊല്ലത്തെ നബിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട റബീഉൽ അവ്വൽ നമുക്ക് ആർത്തട്ടഘോഷിച്ച് വിടാം. പക്ഷെ എന്താണ് റസൂലുള്ളാഹി എന്നുള്ളത് കൃത്യമായി ഓരോ വ്യക്തിയുടെയും മുമ്പിൽ വരച്ച് കാണിക്കാൻ, നിഷ്പക്ഷമായി വരച്ച് കാണിക്കാൻ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളിടത്താണ് നമ്മുടെയൊക്കെ ഹിദായത്തും തൗഫീഖൊക്കെ അളക്കപ്പെടുന്നതെന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടാവണം. ഇത് ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ വിവാദങ്ങൾക്കിടയിലും ഇഞ്ചിഞ്ചായി വീണ്ടും വീണ്ടും ക്രൂശിക്കപ്പെടുന്നത് യേശുവാണ്. ഓരോ വിവാദങ്ങൾക്കിടയിലും വീണ്ടും വീണ്ടും ഹിജ്റ പോകേണ്ടി വരുന്നത് റസൂലുള്ളാഹിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു ഹിജ്റ പോയി. പക്ഷെ ഓരോ നിമിഷവും നമ്മൾ അദ്ദേഹത്തെ ഹിജ്റയ്ക്ക് വീണ്ടും വീണ്ടും പാലായനത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ നിന്ന് നമുക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ചെയ്തു കൊടുക്കാൻ? ഇതൊക്കെ കൃഷ്ണനെയും രാമനെയൊന്നും ഞാൻ പറയാത്തത് കേൾക്കാനൊന്നും വലിയ ആളുകളില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു മദ്രസ സംവിധാനം, ദർസ് സംവിധാനം, ഗുരുകുല സംവിധാനം അവിടെ ഇല്ല. അപ്പം ഞാനിതിപ്പോൾ ഒരു ബാലൻസിന് വേണ്ടി ഓൽക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും എവിടെ ചെല്ലൂല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച്. കുറച്ചെങ്കിലും ഫങ്ഷനാലിറ്റി ഉള്ള 2 മതങ്ങളാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഫങ്ഷനാലിറ്റി കൂട്ടുന്ന പ്രവർത്തനങ്ങളായിരിക്കണം ഈ 1500 വർഷവുമായി മുന്നോട്ട് പോകുമ്പോൾ. പാണക്കാടുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്, പല വേദികളിലും സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് എന്നെ ആരും ലീഗ് സ്വാമി എന്നൊന്നും വിളിച്ചിട്ടില്ല ഇതുവരെ. ഇനി അങ്ങനെ ആരെങ്കിലും രഹസ്യത്തിൽ വിളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കാണുന്ന ഒരു ഫങ്ഷനാലിറ്റിയുടെ പേരിലാണ് ഞാൻ പലപ്പോഴും ഓപ്പണായി നിന്നുകൊണ്ട്
പാണക്കാട് കുടുംബത്തിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് പറയാറുള്ളത്. അതാണ് ഈ ഫങ്ഷനാലിറ്റിക്ക് ഉദാഹരണമാണ്. നിങ്ങൾ പറയണം സാമി എന്തോ ഫങ്ഷനാലിറ്റി ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ല. നമുക്ക് നേയനോട് ചോദിക്കാന്ന് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ആ വാക്ക് പഠിച്ചേ പറ്റൂ. ഓരോ നിമിഷവും നിങ്ങൾ ഫങ്ഷണൽ ആവണമെന്നാണ് ഓരോ മതവും. അതാണ് സൂക്ഷ്മത എന്നാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മതയുടെ മതമാണെന്ന് ഞാൻ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മതയുള്ളവരുടെ മതമാണ്. ആ സൂക്ഷ്മത എന്ന് പറയുന്നതിലാണ് അതിൻ്റെ ഫങ്ഷനാലിറ്റി. യേശുവും പറയുന്നത്, യേശുവിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നാൽ ഇസഡ് ആക്സിസിൽ നിന്നുമല്ല, ഹൊറിസോണ്ടലായിട്ടുള്ള മറ്റ് വൈ ആക്സിസിൽ നിന്നുമല്ല അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. എപ്പോഴും അദ്ദേഹത്തിന് ഒരു ഇസഡ് ആക്സിസ്, ഒരു സി ആക്സിസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾ വേണ്ടത് കല്ലെറിഞ്ഞോ എന്നും അദ്ദേഹം പറഞ്ഞില്ല, കല്ലെറിയാൻ പാടില്ല എന്നും പറഞ്ഞില്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല അദ്ദേഹം ഉത്തരം കൊടുത്തത്. ഇവളെ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ചോദ്യത്തിൽ മറ്റൊരു ലെവലുണ്ടായിരുന്നു. ഇസഡ് ആക്സിസ്, എക്സും അല്ല വൈയും അല്ല. അവിടെയാണ് ലാറ്ററൽ തിങ്കിങ് എന്നൊക്കെ പറയുന്നതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനമായി വരേണ്ടത്. അതൊന്നും കാണാതിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഫങ്ഷനാലിറ്റി എവിടെ പോയി എന്ന് നമ്മൾ ചോദിക്കും. അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. നിങ്ങളിൽ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും പാപം ചെയ്യാത്തവനുണ്ടെങ്കിൽ അവൻ തുടങ്ങട്ടെ, അവനെ മറ്റുള്ളവർ ഫോളോ ചെയ്യട്ടെ. ഈ അവരുടെ ആരോപണത്തെ നേരെ കണ്ണാടി എന്ന പോലെ തിരിച്ചു കൊടുത്ത് അവർക്ക് പാപബോധം കൊണ്ടുവന്ന ഒരുപാട് സ്ഥലങ്ങളിൽ യേശു അങ്ങനെയാണ്. ഇതൊക്കെയാണ് ഓരോ മതങ്ങളുടെയും വ്യതിരിക്തത, യുണീക്നെസ് ആയിട്ട് നമ്മളൊക്കെ കാണേണ്ടത്. ഇവിടെയാണ് സൂക്ഷ്മതയുടെ മതമായിട്ടാണ് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവിൻ എന്ന് എത്രത്തോളമാണ് ഖുർആനിൽ ആവർത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ സൂക്ഷ്മത കൈവിടുമ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നതും നമ്മുടെയൊക്കെ നേതാക്കന്മാർക്ക് വീണ്ടും കുരിശു കയറേണ്ടതും ഹിജ്റ പോകേണ്ടിയും മനസ്സുകളിൽ നിന്ന് മക്കത്തിൽ നിന്നും മദീനയിലേക്കൊക്കെ പാലായനം ചെയ്യേണ്ടി വരുന്നതും നമ്മളായിട്ടുണ്ടാക്കുന്നതായിരിക്കണം. ഇതൊക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ട കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് പാണക്കാട് എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അത് നല്ല ധാരണയാണ്, ആ രാഷ്ട്രീയം ഉണ്ട് അവിടെ. പക്ഷെ ഒരു കാലത്തെ ഒരു സംഭവം മാത്രം ഞാനൊന്ന് പറയാം. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടത് തീർന്നൊരു വിഷയമാണ്. എന്നിരുന്നാലും ബാബരി മസ്ജിദ് തകർന്ന ആ സമയത്ത്, അന്ന് മൊബൈൽ ഫോണില്ല, സോഷ്യൽ മീഡിയ ഇല്ല, അങ്ങനത്തെ ഒരു കറക്കിക്കുത്തി വിളിക്കുന്ന ഫോൺ മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ അത് തകർന്നു എന്ന കാട്ടുതീ പോലുള്ള അതിൻ്റെ വാർത്ത കേരളത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തറവാട്ടിലെ കാരണവർ തീരുമാനിക്കുകയാണ്, ഇതിൻ്റെ പേരിൽ അന്യമതക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു ആയിട്ടുള്ള ഒരു സഹോദരൻ്റെ പറമ്പിലേക്കോ അമ്പലത്തിലേക്കോ ആരാധനാലയത്തിലേക്കോ സ്ഥാപനത്തിലേക്കോ ഒരു തരി മണ്ണ് പോലും ഈ സമുദായത്തിലുള്ളവർ എടുത്തെറിയാൻ പാടില്ല. ഒരു ചുളിഞ്ഞ നോട്ടം പോലും ഇവരുടെ മുഖത്തു നിന്നുണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിച്ച ഒരു നേതൃത്വം നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി ചെയ്യേണ്ടതെന്തോ അത് മുഴുവൻ ചെയ്തു, ഉറക്കമുളച്ചു ചെയ്തു. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടില്ല അതിന്. പ്രത്യക്ഷത്തിൽ ആരുടെയും വീട്ടിലേക്ക് ഒരു കല്ല് പോലും ഒരു മുസ്ലിമും എറിഞ്ഞിട്ടില്ല. ഒരു അമ്പലത്തിനെ പോലും ഒരു മുസ്ലിമും അതിൻ്റെ പേരിൽ ആക്രമിച്ചിട്ടില്ല. ഇതില്ലാതിരിക്കാനുള്ള മാനസിക സങ്കല്പം ചെയ്യാൻ കഴിവുള്ളവരായിരുന്നു നമ്മുടെ നേതാക്കന്മാർ. ഇത് വല്ലാത്തൊരു കാര്യം. ആധ്യാത്മികതയിൽ ഉള്ളവർക്ക് ഇത് മനസ്സിലാവൂ. മതം മാത്രമുള്ളവർക്ക് ഒരു പക്ഷേ മനസ്സിലായിക്കൊള്ളുന്നില്ല. സങ്കല്പശക്തി എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്. ഇത് നടക്കാൻ പാടില്ല. റസൂലുള്ളാഹിയെക്കുറിച്ച് വിമർശകർ പറയുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഞാനും എന്നോട് സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പലരും അസംതൃപ്തി പ്രകടിപ്പിക്കാറുണ്ട്. ഇത്രയും മോശക്കാരനായ ഒരു നബിയാണല്ലോ നിങ്ങൾ. ഞാൻ പറഞ്ഞത് ശരി, നിങ്ങൾ പറഞ്ഞത് ഞാൻ വാദത്തിന് വേണ്ടിയെങ്കിലും സമ്മതിച്ചു തരികയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം എന്തായിരുന്നു? എങ്ങനെയാണ് അത്രയും ആളുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ അദ്ദേഹം പറഞ്ഞത് നിലനിർത്തിക്കൊണ്ട് ആ മനുഷ്യൻ വഫാത്താകുമ്പോൾ 100% ഇസ്ലാമിൻ്റെ ഈ പറയുന്ന സംവിധാനം തുടങ്ങി അത് പ്രാവർത്തികമായിരുന്നു, ഫങ്ഷണലായിരുന്നു. ഇവിടെയാണ് ഫങ്ഷനാലിറ്റി വീണ്ടും വരുന്നത്. ആ ഫങ്ഷനാലിറ്റി മുഴുവൻ കണ്ടുകൊണ്ട് തൃപ്തിയോടുകൂടിയാണ് അദ്ദേഹം വഫാത്താകുന്നത്.
അത് എങ്ങനെ സാധിച്ചു? അതിൻ്റെ പിന്നിൽ വലിയൊരു സങ്കല്പശക്തി ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അബൂബക്കറിനെ പോലെ, സിദ്ദീഖിനെ, ഉമറിനെ പോലെ, ഉസ്മാനെ പോലെ, ബിലാലിനെ പോലെ എന്ന് വേണ്ട സാലിമിനെ പോലെയുള്ള സഹാബത്തുകളെയൊക്കെ ആകർഷിക്കാനും അവരെയൊക്കെ തിരഞ്ഞെടുക്കാനും, കറുത്തവനെന്നോ, ഇപ്പോൾ സാലിമും ഇതേപോലെ വലിയൊരു അച്ഛനാരെന്നോ അമ്മയാരെന്നോ അറിയാതെ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിയ ഒരു കുട്ടിയാണ് സാലിം. ബിലാലിനെ നമുക്കറിയാം, സ്വന്തം ഇവിടെ ചവിട്ടിയിട്ടാണ് ഖേബയുടെ മേളിൽ കയറി നിന്നുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ അദ്ദേഹം അനുവദിച്ചത്. കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. അതേപോലത്തെ ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു സാലിം റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ കഥകൾ നിങ്ങൾക്ക് അതൊക്കെ പരിചിതം തന്നെയാണ്. ഉമർ ഒരു പ്രാവശ്യം പറഞ്ഞു അത്രേ, ഉസ്മാൻ ഒരു പ്രാവശ്യം പറഞ്ഞു അത്രേ, ഞാൻ ഒരാളെ ഖിലാഫത്ത് ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ ഏൽപ്പിക്കുമായിരുന്നു. അപ്പോഴേക്കും ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഒരു ധർമ്മയുദ്ധത്തിൽ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അത്രത്തോളം പണ്ഡിതനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജ്യേഷ്ഠൻ്റെയോ അനിയൻ്റെയോ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പറയുന്ന സാലിമൻ. ഇത്രയും വലിയ കഥകളുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഈ സാമൂഹ്യ വിപ്ലവവും മാറ്റവും ഒക്കെ വരുത്താൻ ഈ നിരക്ഷരനായ നിങ്ങൾ ഈ പറയുന്ന ദുർഗുണമുള്ള ഈ മുഹമ്മദിന് എങ്ങനെ സാധിച്ചു എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം ഇതൊക്കെ ഒരുപാട് പ്രചരണങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ എന്നാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അല്ലാതെ ഇതിൻ്റെയൊക്കെ അരികു പറ്റിക്കൊണ്ട് ഇതിൻ്റെയൊക്കെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായി നിന്നുകൊണ്ടൊരു ശീതോഷ്ണവാന്മാരായി നിൽക്കുന്ന ഒരു തലമുറേനെയാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. എരിവും ശൂരതയൊക്കെ വരുന്നത് ഇവരുടെയൊക്കെ ജീവിതം പ്രചരിപ്പിക്കുന്നതിലായിരിക്കും. അത് പരമത നിന്ദയിലോ പരസമ്പ്രദായ നിന്ദയിലോ മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കാതിരിക്കുന്നതിലോ ഒന്നും ആയിരിക്കരുത്. അത് ഏറ്റവും വലിയ നല്ലതാണ്. എല്ലാ മതങ്ങളെക്കുറിച്ചുള്ള ഡൈനാമിസം പഠിക്കുമ്പോൾ ഒരാൾ ഭീകരവാദിയോ തീവ്രവാദിയോ ആകുമ്പോഴാണ് അവൻ ആ മതത്തിൽ ഉറച്ചു എന്ന് അവന് തെളിയിക്കാൻ കഴിയുന്നതെന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ ശാസ്ത്രം. ഇപ്പം എനിക്ക് പള്ളിയിൽ പോകണ്ട, ഞാനിപ്പോൾ ഒരു കത്തോലിക്കനാണെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകണ്ട, ഞാൻ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒന്നിലും ഞാൻ വിശ്വസിക്കൂല, പോകൂല, ആണ്ടിലൊരിക്കൽ കുമ്പസാരവും കുർബാനയായി പോവുക. പക്ഷേ ചന്തയിൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് ചാടി 4 വർത്താനം പറഞ്ഞാൽ പള്ളിയിൽ വന്നില്ലെങ്കിലും നമ്മളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പ്രതികരിച്ചു, അവൻ കറക്റ്റാ എന്ന് പറയാൻ ഏറ്റവും നല്ല വഴി ഏതാ? മുന്നും പിന്നും നോക്കാതെ തീവ്രവാദിയാകുക എന്നുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ മാറി യഥാർത്ഥമായ ഇതിൻ്റെയൊക്കെ മറ്റൊരു സ്വാത്വിക വശമുണ്ട്. ആ സ്വാത്വിക വശം കാണിച്ചു കൊടുക്കുന്ന മഹാനൊക്കെ ആയിരുന്നു പാണക്കാട്ടത്തെ ആ സമയത്തുണ്ടായിരുന്ന തങ്ങന്മാർ. പേര് പോലും ഇവിടെ പ്രസക്തമല്ല എന്ന് ഞാൻ പറയും. കാരണം ആ നേതൃത്വത്തിൽ ആ ചെയറിൽ ഇരുന്ന സമയത്ത് ചെയ്യേണ്ടുന്ന ഫങ്ഷനാലിറ്റി കൃത്യമായി ചെയ്തൊരു നേതൃത്വം. അതിനുശേഷം എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒരു തരി മണ്ണ് പോലും ഞങ്ങൾ എടുക്കില്ല തങ്ങളെ എന്ന് പറഞ്ഞ കൗമ് തന്നെ വിഭജിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കും മറ്റും തുറന്നു കഴിഞ്ഞാൽ അഹ്ലുൽ ബൈത്തിനെ തെറി പറയുന്ന മുസ്ലിങ്ങളുടെ എണ്ണമാണ് കൂടുന്നത്. ഒരു കത്തോലിക്കക്കാരനും പാണക്കാട് തങ്ങളെ തെറി പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. ഒരു ഹിന്ദുവും തെറി പറഞ്ഞിട്ടില്ല. ഒരു ഫാർസിയും ഒരു ജൈനനും ഒരു യഹൂദനും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയ കമൻറ്റുകളിൽ ഇട്ടത് മുഴുവൻ ഈ സമുദായത്തിലാണ് അഹ്ലുൽ ബൈത്തിനെ പണ്ടത്തെ പോലെ കൊണ്ടു നടക്കാത്തവരുള്ളത്. ഈ ഭിന്നിപ്പിൻ്റെ കുതന്ത്രം തിരിച്ചറിഞ്ഞ് അതിന് മറുപടി കൊടുത്ത് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ഇത് ഫങ്ഷനിലാവുള്ളൂ. ഞാൻ ഇന്ന് പറയണത് സോഷ്യോളജിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. സോഷ്യോ സൈക്കോളജിയാണ് നിങ്ങൾ പറയുന്നത്. സോഷ്യോ സൈക്കോളജി ഓഫ് ദ റിലീജിയനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ആയത്തും ഹദീസും ചൊല്ലി ഞാൻ എൻ്റെ പാണ്ഡിത്യം പ്രകടിപ്പിക്കാനല്ല ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടായി വരുന്ന ആലിമ്യങ്ങളാണ്. നാളെ മുന്നിട്ട് നിന്നുകൊണ്ട് ഒരു ജമാഅത്തിനെ നിയന്ത്രിക്കേണ്ടവരാണ്. അവർക്ക് വേണ്ടി അവരുടെ മുമ്പിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് മാതൃക കാണിക്കേണ്ട കുട്ടികളാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു കാര്യം. നിങ്ങൾ ഈ AI കാലഘട്ടത്തിൽ ദാറുൽ ഹുദയിൽ പഠിച്ചിറങ്ങിയവരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നന്മകൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം ഈ ഫങ്ഷനാലിറ്റി തിരിച്ചു കൊണ്ടുവന്നവരായിരുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് ചരിത്രം പറയണം. 1500 വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ മാറ്റങ്ങളിൽ നിന്നിട്ടാണ് ഈ പറയുന്ന ഇസ്ലാമിനൊരു പുതുജീവൻ ഉണ്ടായതെന്ന് പറയുന്ന അവകാശികളായിട്ട് നിങ്ങൾ മാറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ മതങ്ങളുടെയും ഫങ്ഷനാലിറ്റി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു.
ഞാൻ ഏതെങ്കിലും ഒരു ഹിന്ദു മതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഫങ്ഷനാലിറ്റി തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. എൻ്റെ അടുത്ത് വരുന്ന ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ യാക്കോബക്കാരനെന്നോ സിറോ മലബാറുകാരനെന്നോ മലങ്കരക്കാരനെന്നോ ലത്തീൻകാരനെന്നോ എന്ന് വേണ്ട AP എന്നോ EK എന്നോ മുജാഹിദെന്നോ ജമായത്തെന്നോ ഖാദിയാനിയെന്നോ വ്യത്യാസമില്ലാതെ അവരവരുടെ ഫങ്ഷനാലിറ്റി തിരിച്ചറിയണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ വേദിയിലൊന്നും ഇന്ന് വരെ ഞാൻ എൻ്റെ വിശ്വാസങ്ങൾ ഒളിച്ചു കളത്തിയിട്ടില്ല. എന്താണ് ഞാൻ വിശ്വസിക്കുന്നതെന്നോ ഞാൻ എന്തിൽ വിശ്വസിക്കുന്നുവെന്നോ എങ്ങനെയാണ് എൻ്റെ സംവിധാനങ്ങളൊന്നും ഒരാളോട് ഞാൻ ഇതുവരെ ഒരു പൊതുവേദിയിലും അല്ലെങ്കിൽ ഒരു വേദിയും അതിനു വേണ്ടി ഞാൻ ദുരുപയോഗം ചെയ്തിട്ടില്ല. അത് എൻ്റെ വ്യക്തിപരമായ കാര്യം. പക്ഷെ എനിക്ക് ഈ വേദിയിൽ പറയുമ്പോൾ വരാനുള്ളത് നിങ്ങളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണ്. അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ബിരിയാണി വേയിച്ചു പോയ കുറേ കുട്ടികൾ എന്നുള്ള അർത്ഥത്തിലല്ലാണ്ട് ചരിത്രം നിങ്ങൾ നാളെ കാണൂല, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടോ ബിരിയാണി? ഉണ്ടോ? ആഴ്ചയിലൊരിക്കലാ അതോ ആഴ്ചയിലൊരിക്കലുണ്ട്? ക്യാമ്പസ് മാറിയ 2-3 ബിരിയാണി കിട്ടണ വേറെ ക്യാമ്പസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എല്ലാ ദിവസവും ബിരിയാണി കിട്ടുന്ന ക്യാമ്പസും എനിക്കറിയാം. അതൊന്നും അല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാണ്. ഓരോ മതക്കാർ ഓരോ പുരോഹിതനും അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ മതങ്ങളുടെ ഫങ്ഷനാലിറ്റി തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. ഇങ്ങനെയുള്ള നേതൃത്വം ഉണ്ടായിരുന്ന, ഇനിയും ഉണ്ടാകേണ്ടുന്ന, ഇപ്പോഴുമുള്ള സംവിധാനത്തിനെയാണ് ഞാൻ പാണക്കാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ പ്രസംഗം ഒരിക്കലും എനിക്ക് വിഷയം തന്ന് പ്രസംഗിക്കുന്ന പരിപാടി ഇല്ലെങ്കിലും ഇന്നത്തെ തീമിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. റസൂലുള്ളാഹിയുടെ കാലം മുതൽ കേരളത്തിൽ കൃത്യമായി ഫങ്ഷനാലിറ്റി തെളിയിച്ചൊരു കുടുംബവും സംവിധാനവുമാണ് പാണക്കാട്. ആ സംവിധാനത്തിന് കരുത്ത് പകരാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ്, നിങ്ങളുടെയൊക്കെ സങ്കല്പങ്ങളാണ്, ചേർത്ത് നിൽക്കലാണ്, നേതൃത്വത്തോടുള്ള ചേർന്ന് നിൽക്കൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മുഹമ്മദിന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും, ഇബ്രാഹിമിൻ്റെ കുടുംബക്കാരോട് നീ കാരുണ്യം ചെയ്തതുപോലെ എന്ന അർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇതേ പ്രാർത്ഥന തന്നെ അച്ഛൻ്റെ കുർബാനയിലുണ്ട്. അബ്രാഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറയുന്ന ആ അബ്രാഹാം മുതലുള്ളവരെ, ആ നേതൃത്വത്തിൽ വരുന്നവരുടെ പേര് പോലും പലപ്പോഴും ഉച്ചരിക്കാൻ കഴിയുന്നില്ല. റോമിലെ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും അവരുടെ രൂപതാധ്യക്ഷന് വേണ്ടി, അവരുടെ സഭയുടെ തലവനും അതിനുശേഷം അവരുടെ രൂപതാധ്യക്ഷനുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലരുടെയൊക്കെ മനസ്സിടറുന്ന അവസ്ഥയാണ്. ഒന്നിച്ചു നിൽക്കേണ്ടുന്ന സമയമാണ്. നമ്മൾ മതങ്ങൾ ഒന്നിച്ചു നിന്നില്ല എങ്കിൽ, ഇത്തരം ചർച്ചകൾ നടന്നില്ല എങ്കിൽ, വന്ധ്യ ഉസ്താദ് ഇവിടെ പറഞ്ഞു, ആദ്യമായിട്ടാണ് ക്യാമ്പസിൽ ഇങ്ങനെ 2 മതത്തിലെ സഹോദര സമുദായത്തിൽപ്പെട്ട 2 പേരുടെ പ്രാതിനിധ്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. മാറ്റങ്ങൾ ഉണ്ടാവണം. ഇന്ന് ഞാൻ ഈ പറഞ്ഞത് എനിക്കിവിടെ വന്ന് പറയാൻ അവസരം തന്നില്ലെങ്കിൽ ഞാൻ എവിടെ പോയി പറയും? ഞാൻ അമ്പലത്തിൽ പോയി പറഞ്ഞാൽ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി, ഇസ്ലാമിൻ്റെ ഫങ്ഷനാലിറ്റി എനിക്ക് അമ്പലത്തിൽ പറയാൻ പറ്റും. പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായോ? നിങ്ങൾ മാറണം, മാറ്റങ്ങൾ വരണം, ഇത്തരം ആളുകൾ വരണം. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഇബാദത്തും കൂടിയാണെന്ന് മനസ്സിലാക്കണം. അത് നിബിദിനത്തിന് ചക്രവെള്ളം മുട്ടായി മാത്രമല്ലല്ലോ. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ആ ഇബാദത്തിൻ്റെ അംശത്തിൽ നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും, ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ പുകഴ്ചയല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് അവർ ഫങ്ഷണൽ ആകുന്നു എന്നത്, അത്തരത്തിലുള്ള ചർച്ചകളൊന്നും എവിടെയും നടക്കണില്ല കേട്ടോ. നിങ്ങൾ അവരോടുള്ള വിധേയത്വം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നന്മ കൊണ്ടോ അവരെ പ്രകീർത്തിച്ചതുകൊണ്ടായാലും നാളെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു കൊടുത്തു നോക്കൂ. അവരെ പോലുള്ളവരാണ് കേരളത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരേണ്ടത്. എങ്ങനെയുള്ളവർ? ഇരുന്ന് മറ്റുള്ളവരുടെ മേലൊരു തരി മണ്ണ് പോലും വീഴരുതെന്ന് ആഗ്രഹിച്ച് സങ്കല്പിച്ച് അത് നേടിയെടുത്തവരാണ്. അവരെ നമ്മൾ വാനോളം പുകഴ്ത്തിയേ പറ്റൂ. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു പള്ളിയിലച്ചനോ ഒരു മോലിയാരോ അല്ലെങ്കിൽ അമ്പലത്തിലെ തിരുമേനിയോ ആശ്രമത്തിലെ സ്വാമിയൊക്കെ പറഞ്ഞ ആ നാടിന് മുഴുവൻ സുപ്രീം കോടതി വിധി പോലെയാണ്. അതിൻ്റെ മേലൊരു അപ്പീലാരും പോവില്ല. ഇന്നതൊക്കെ മാറി. നമ്മുടെ തന്നെ നേതൃത്വം നമ്മളോട് തന്നെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇയാൾ അല്ലല്ലേ, ചീട്ട് തരാൻ വന്നതാണോ നോക്കിയതാണ്. ഏതായാലും എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്തെങ്കിലും പാകങ്ങളും പിഴവുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോളുക കേട്ടോ. ഇതല്ലാണ്ട് എനിക്ക് എവിടെ പോയാലും നിങ്ങളോടൊന്നല്ല, നാളെ അച്ഛൻ സെമിനാരിയിൽ വിളിച്ചാലും ഞാൻ അതേ പറയുള്ളൂ. ഹൗ ടു മേക്ക് ക്രിസ്ത്യാനിറ്റി മോർ ഫങ്ഷണൽ എന്നേ എനിക്കവിടെ പറയാനുള്ളൂ. അതേമാതിരി ഇന്ന നാളെ ആശ്രമത്തിൽ വിളിച്ചാലും ഞാനും പറയും ശങ്കരാചാര്യരുടെ ആളാണ്, പിന്നെ അതേമാതിരി ശ്രീനാരായണ ഗുരുവിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ലെറ്റ് us become more functional. ആ ഫങ്ഷനാലിറ്റി തിരിച്ചു കൊണ്ടുവരാൻ നമുക്കൊക്കെ സാധിക്കണം.
അതിൻ്റെ ഭാഗമായിരിക്കണം ഈ AI നിന്നുകൊണ്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ശ്രമങ്ങൾ. നിങ്ങൾക്ക് അതിന് കഴിയുള്ളൂ. കാരണം നിങ്ങൾ ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കേണ്ട ഇപ്പുറത്ത് ഈ മിഡിൽ വേയിൽ നിൽക്കുന്ന ആളുകളാണ്. ഇത് നിങ്ങളെപ്പോലെ തന്നെയാണ് സെമിനാരിയിൽ പഠിക്കുന്നവരും, ഇത് തന്നെയാണ് സ്വാമിമാരാകാൻ പഠിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്. നിങ്ങളായിരിക്കണം ഇനി ഈ പഴമയുടെ പുതിയ കുറേ അധ്യായങ്ങളിലൂടെ ഇതിനെ ഫങ്ഷനാക്കി ഹയാത്താക്കുക എന്നതിന് പറയാം. മൊയ്തീൻ എന്നൊക്കെ ഉള്ള വാക്കിൻ്റെ അർത്ഥം, മൊഹീദീൻ എന്നൊക്കെ ഉള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ദീനിനെ ഹയാത്താക്കുന്നവൻ. നിങ്ങളൊക്കെയാണ് ആ മൊയ്തീൻ ആകേണ്ടത്. അച്ഛനാണ് ആ മൊയ്തീൻ ആകേണ്ടത്, സ്വാമിയാണ് ആ മൊയ്തീൻ ആകേണ്ടത്. മനസ്സിലായില്ല? ആ അർത്ഥം എന്താണെന്നുള്ളത് അർത്ഥമില്ല. അവരവരുടെ ദീനിന്, അവരവരുടെ ധർമ്മത്തിനെ വീണ്ടും പുനർജീവിപ്പിച്ച് റിസറക്റ്റ് ചെയ്ത്, ദ വൺ ഹൂ റിസറക്റ്റ് ദ ദീൻ ഈസ് നോൺ ആസ് മുഹീദീൻ. ദീനിനെ ഹയാത്താക്കും, ദീനിനെ പുനർജീവിപ്പിച്ചവൻ. ഈ ഉത്തരവാദിത്തമാണ് എനിക്ക് നിങ്ങളോട് ഇന്നത്തെ രാത്രിയിൽ പ്രബോധിപ്പിക്കാനുള്ളതിനുള്ള. ഇതൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ദീനിൻ്റെ ദർജ ഉയർത്തിയവരുടെ കൂട്ടത്തിൽ എന്നെയൊക്കെ ദൈവം പെടുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനൊക്കെ എപ്പോഴും പറയും, സ്വർഗത്തിലേക്കൊന്നും നമുക്ക് ചിലപ്പോൾ സീറ്റൊന്നും ഉണ്ടാവില്ല, ആഗ്രഹവും ഇല്ല. പക്ഷേ ആ സ്വർഗത്തിൻ്റെ ഗേറ്റിൻ്റെ അറ്റത്തൊക്കെ പോയി നിൽക്കാൻ ചിലപ്പോൾ അവിടെ മണ്ടിച്ച് വിടൂല. ആ ചങ്ങായി എന്താ ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കണമെന്ന് ചിലവരോട് ചോദിക്കും. അവിടെ നോട്ടേ അറിയും. അത്ര മതി. ആ AC തണുപ്പൊക്കെ അങ്ങോട്ടും വരുമല്ലോ. കാരണം എന്താ? റസൂലിനെ ഹുബ്ബ് വെച്ചതും ദീനിൻ്റെ ദർജ ഉയർത്താൻ വേണ്ടി ഒരു നാവ് കൊണ്ടെങ്കിലും പറഞ്ഞതുകൊണ്ടും ഒക്കെ ഗേറ്റുകളിലൊക്കെ ഞമ്മക്കും ചെല്ലാനുള്ള ഹിദായത്ത് പടച്ചോൻ തരും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഉത്തരവാദിത്തമുള്ളവർക്ക് അതിലേറെ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ എന്താ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. ദൈവമേ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വാലിഹായിട്ടുള്ളൊരു അമലായിട്ട് കൂട്ടണേ. അതുതന്നെയാണ് അദ്ദേഹം ഇവിടെ വേർന്നത് അല്ലേ? ഖുറാനിൽ ഏറ്റവും നല്ലൊരു ആയത്തായിട്ട് ഞാനും കാണുന്നത് എല്ലാം നല്ലൊരു പ്രാർത്ഥനയാണ്. സ്വാലിഹായിട്ടുള്ളൊരു അമലെല്ലാം ദൈവം സ്വീകരിച്ചോളാം, സാലിഹായിക്കൊള്ളണം എന്നില്ല. സ്വാലിഹായിട്ട് അമലായിട്ട് നമ്മളിൽ നിന്ന് കൂട്ടട്ടെ. അല്ലാണ്ട് ഇതിൻ്റെ ഓളം ചേർന്ന് ഓളമുണ്ടാക്കിയവരായിട്ടല്ല ദൈവം നമ്മളെ കാണേണ്ടത്. ഇതിനെയൊക്കെ ഹയാത്താക്കിയവരുടെ കൂട്ടത്തിൽ, അതിലേക്കുള്ളൊരു ചിന്തയിട്ട് തന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ട്. അതാണ് ഗേറ്റിൻ്റെ അപ്പുറത്തൊക്കെ ഞാനുണ്ടാവും എന്ന് പറയാനുള്ളത്. ആ ഉറപ്പൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏത്? പുറത്തു നിന്നുള്ള ഉള്ളിലേക്ക് നോക്കാമല്ലോ എന്നാലും. അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. പഠിച്ചവൻ നമ്മളെല്ലാവരെയും നമ്മുടെ നന്മയുള്ള സങ്കല്പങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ മതങ്ങളിലുമുള്ള ഫങ്ഷനാലിറ്റി തിരിച്ചു വരട്ടെ എന്ന്. അങ്ങനെ വന്നാൽ ലോകം സമാധാനമായി. ഇവിടെ വേറെ ഒന്നുമില്ല. സൂക്ഷ്മതയോടുകൂടി പെരുമാറുന്ന ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവൊക്കെ, പിന്നെ അവിടെ വേറെ ഒരു മതസൗഹാർദ്ദ സമ്മേളനം നടത്തണ്ട. ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ്, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടനം വളരെ സന്തോഷത്തിൽ നിങ്ങൾ എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.